സംസ്ഥാനത്തെ ബാർ മുതലാളിമാർക്ക് പഴയതുപോലെ മദ്യം ലാഭത്തിൽ വിൽക്കാൻ സാധിക്കുന്നില്ലേ? അവർ ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കാണുമ്പോൾ ഈ സംശയം തോന്നിയാലും അത്ഭുതമില്ല. സംസ്ഥാനത്ത് ബാറുകൾക്ക് 5 കിലോമീറ്റർ പരിധിയിൽ ഔട്ട്ലെറ്റുകൾ വേണ്ടെന്ന് ബാറുടമ അസോസിയേഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബെബ്കോയ്ക്ക് നൽകിയ നിവേദനത്തിലാണ് ഇത്തരമൊരു വാദം ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ സർക്കാർ മുമ്പാകെയും ഈ വാദവുമായി ബാറുടമ അസോസിയേഷൻ രംഗത്ത് വന്നിരുന്നു. ഔട്ട്ലെറ്റുകളിൽ വിൽക്കുന്ന മദ്യത്തിന്റെ വില കൂട്ടണമെന്നതും ഇവരുടെ ആവശ്യങ്ങളിൽ ഒന്നാണ്. ബാറുകളുടെ എണ്ണം റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന കാലത്ത് ഇതുവരെ തുടരുന്ന രീതി പറ്റില്ല എന്നാണ് ബാർ ഉടമകളുടെ നിലപാട്. നഗരത്തിൽ 5 കിലോമീറ്ററിനുള്ളിലും പഞ്ചായത്തിൽ 10 കിലോമീറ്ററിനുള്ളിലും ബാറുകൾക്ക് സമീപത്ത് ഔട്ട്ലെറ്റ് അനുവദിക്കേണ്ടെന്നാണ് ബെബ്കോയോട് ഇവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ സർക്കാരിന് മുന്നിലും ബെബ്കോ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. മദ്യത്തിനു മേൽ ഔട്ട്ലെറ്റ് ലാഭം കൂട്ടണമെന്ന് ബാറുടമകൾ ആവശ്യപ്പെടുന്നു. നിലവിൽ 20% ലാഭമാണ് മദ്യം വിൽക്കുമ്പോൾ കിട്ടുന്നത്. അത് 25-30% മാറ്റണം. ഇത് ഔട്ട്ലെറ്റുകളെ നന്നാക്കാനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ലാഭം കൂടുതലെടുത്താൽ മദ്യത്തിന്റെ വില കൂടും. അങ്ങനെ വന്നാൽ ഔട്ട്ലെറ്റിനെ ഉപേക്ഷിച്ച് ആളുകൾ ബാറുകളിലേക്ക് എത്തും. 842 ബാറുകളാണ് നിലവിലുള്ളത്. ഇനിയും 50ഓളം എണ്ണം ലൈസൻസ് കാത്തുകിടപ്പുണ്ട്. ഇതോടെയാണ് ഔട്ട്ലെറ്റുകളെ പിടിക്കാൻ ബാറുകാർ രംഗത്തെത്തിയത്. പൂട്ടിയ ഔട്ട്ലെറ്റുകൾ തുറക്കാനായി ബെബ്കോ ശ്രമിക്കുമ്പോൾ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇതിന് പിന്നിൽ ബാറുകാരാണെന്ന ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് ബാറിനടുത്ത് ഔട്ട്ലെറ്റ് വേണ്ടെന്ന നിവേദനവുമായി ബാറുടമകൾ തന്നെ ബെബ്കോയെ സമീപിച്ചത്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. പരിഷ്കരിച്ച മദ്യനയം സർക്കാരിന്റെ പരിഗണനയ്ക്കെത്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദം ഒഴിവാക്കാനായി ഇത് മന്ത്രിസഭ മാറ്റിവെച്ചിരുന്നു. 1-ാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുക, രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം ബാർ സമയം കൂട്ടുക, ടൂറിസം മേഖലകളിൽ ബിയറും വൈനും ലഭ്യമാക്കാൻ ഇളവുകൾ നൽകുക എന്നിവയായിരുന്നു കരട് നയത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഇവയിൽ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതും ടൂറിസം മേഖലയിൽ മാത്രമായി ചുരുക്കാനാണ് പുതുക്കിയ നയത്തിലെ നിർദ്ദേശം. സംസ്ഥാനത്ത് പൊതുവായി ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും ബാർ ഉടമകൾ ഓരോരുത്തരും ഓരോ ലക്ഷം രൂപ വീതം പിരിവു നൽകണമെന്നുള്ള സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നിരുന്നു. മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പണപ്പിരിവ് നടത്തുന്നത് സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണമായി മാറി. ഇതോടെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ പിന്നോട്ടു പോയത്. തുടർന്ന് ഇളവുകൾ ടൂറിസം മേഖലയ്ക്ക് മാത്രമാക്കി ചുരുക്കാൻ സർക്കാർ നിർബന്ധിതമായി. ഇങ്ങനെ പരിമിതപ്പെടുത്തിയെങ്കിലും മദ്യനയത്തിൽ ഇളവുകൾ വരുത്തുന്നത് വീണ്ടും ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കാനുള്ള സാധ്യത കണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരിഗണിക്കാമെന്ന നിർദ്ദേശമുയർന്നത്. പല അന്താരാഷ്ട്ര സമ്മേളനങ്ങളും കമ്പനികളുടെ യോഗങ്ങളും ഡ്രൈഡേ കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറിപ്പോകുന്നുവെന്നായിരുന്നു 1-ാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച ന്യായം. എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പിന്റെ നിർദ്ദേശമായാണ് ഇത് കൊണ്ടുവന്നത്.